വിശേഷങ്ങൾ? എല്ലാവർക്കും സുഖമായിട്ടെന്ന് വിശ്വസിക്കുന്നു. ഞങ്ങൾ ഇവിടെ സുഖമായിരിക്കും. അപ്പോൾ ഞാൻ വന്നിരിക്കുന്നത് വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റുന്ന ഇളനീർ പായസത്തിൻ്റെ റെസിപ്പി ആയിട്ടാണ്. പിന്നെ ഇപ്പോൾ നാട്ടിൽ വരുമ്പോഴാണ് എനിക്ക് സുലഭമായി ഇളനീർ കിട്ടുള്ളൂ. അപ്പോൾ ഞാൻ വിചാരിച്ചു എന്തായാലും നിങ്ങൾക്ക് തയ്യാറാക്കി തരാമെന്ന്. മാത്രമല്ല 2 മില്യൺ സബ്സ്ക്രൈബേഴ്സ് ആയിട്ട് നമുക്ക് ഇതുവരെ ഒരു മധുരം തയ്യാറാക്കിയിട്ടില്ല. അപ്പോൾ നമ്മുടെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ മാക്സിമം ഷെയർ ചെയ്യുക, നമ്മളൊന്ന് സപ്പോർട്ട് ചെയ്യുക. നമ്മൾ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ വളരെ എളുപ്പത്തിൽ ഇളനീർ പായസം എങ്ങനെയാണ് തയ്യാറാക്കാം എന്ന് നമുക്ക് നോക്കിയിട്ട് വരാം. അപ്പോൾ നമുക്ക് കരിക്ക് പായസം, ഇളനീർ പായസം ഉണ്ടാക്കാൻ തുടങ്ങിയാലോ? നാട്ടിൽ വരുമ്പോഴേ ഞാൻ ഉണ്ടാക്കാൻ നിങ്ങൾക്ക് പ്രോമിസ് തന്നിട്ടുണ്ടായിരുന്നു അല്ലേ? അപ്പോൾ ഞാൻ പ്രോമിസ് പാലിക്കുകയാണ് കേട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്ക് എടുക്കേണ്ടത് കരിക്കാണ്. കരിക്ക് എടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരുപാട് മൂത്തിട്ടുള്ള കരിക്ക് എടുക്കാൻ പാടില്ല. അതായത് നമ്മളെ എന്താ പറയുക, ഇച്ചിരി ടെൻഡർ ആയിട്ടുള്ളത് മുറിച്ച് കാണിച്ചു തരാം. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. ഇതുപോലെ ഈസി ആയിട്ട് എടുക്കാൻ കിട്ടണം. അതാണ് ഇതിൻ്റെ ഒരു പരുവെന്ന് പറയുന്നത്. നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഫ്ലഷുള്ള കരിക്ക്. ഒരുപാട് മൂത്ത് കഴിഞ്ഞാൽ ടേസ്റ്റ് ഉണ്ടാവില്ല. അപ്പോൾ ഈ ഒരു പരുവാണ് നമ്മുടെ കരിക്കിന് വേണ്ടത്. അപ്പോൾ നമുക്ക് ഇതേപോലെയുള്ള 3 കരിക്കും, അല്ലെങ്കിൽ ഞാൻ പറഞ്ഞുതരാം. ആ ഒരു പാത്രത്തിൽ ഇട്ടിട്ട് 2 കപ്പ് വേണം മൊത്തത്തിൽ. ഈ ഫ്ലഷിൻ്റെ ഒരു അളവ് എന്ന് പറയുന്നത് 250 ml കപ്പിൽ 2 കപ്പ് കരിക്കിൻ്റെ കഴമ്പ് എടുക്കുക. അതിന് ശേഷം നമുക്ക് എന്തൊക്കെ ചെയ്യേണ്ടത് ഞാൻ പറഞ്ഞുതരാം. ഇങ്ങനെ കഴമ്പെടുക്കുന്ന സമയത്ത് ഒരുപാട് അങ്ങ് താത്തി എടുക്കാൻ പാടില്ല. അപ്പോൾ എന്താ വെച്ചാൽ ഇതിൻ്റെ കളർ ഉണ്ടല്ലോ, ഇതിൻ്റെ ബാക്ക് സൈഡിൽ ഒരു മഞ്ഞ കളർ വരും, അങ്ങനെ വരാൻ പാടില്ല. അപ്പോൾ ഇതുപോലെ നല്ല പ്യൂർ വൈറ്റ് ആയിട്ട് ഇരുന്നാലാണ് ഈ പായസം ഉണ്ടാക്കുമ്പോൾ നല്ല ഭംഗി ഉണ്ടാവുള്ളൂ. അല്ലെങ്കിൽ കളർ ചേഞ്ച് വരും, ടേസ്റ്റിന് ഡിഫറൻസ് ഉണ്ടാവും, ഭംഗി കിട്ടില്ല കേട്ടോ. അപ്പോൾ അതൊന്ന് ശ്രദ്ധിക്കണേ. അപ്പോൾ ഇതുപോലെ മൊത്തത്തിൽ ഞാനൊരു 2 കപ്പ് കഴമ്പ് ഞാൻ എടുക്കട്ടെ. ഓക്കെ, അപ്പോൾ ഞാൻ എന്താ മൊത്തത്തിലുള്ള ഒരു 4 കരിക്കിൽ നിന്ന് എടുത്തിട്ട് എന്നിട്ട് ഇത്ര കിട്ടിയുള്ളൂ കേട്ടോ. 1 കപ്പോളം ഉണ്ട്. അതുപോലെ തന്നെ ബാക്കി 1 കപ്പ് നന്നായിട്ട് നൈസായിട്ട് നമ്മൾ പാലട പായസത്തിന് അരിയുന്ന പോലെ നൈസാക്കി അരിഞ്ഞു വെച്ചിട്ടുണ്ട്. ഒരുപാട് മൂത്ത കരിക്കാണെങ്കിൽ നമുക്ക് ആ ടേസ്റ്റ് കിട്ടില്ല. അതുകൊണ്ടാണ് ഞാൻ പ്രത്യേകിച്ച് എടുത്ത് പറയുന്നത് കേട്ടോ. ഇത് നമുക്ക് ഫ്രിഡ്ജിലെടുത്ത് വെക്കാം. ആ സമയം കൊണ്ട് എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ 1 ഗ്ലാസ് കരിക്കിൻ്റെ വെള്ളത്തിൽ ഈ ഫ്ലഷ് നന്നായിട്ട് അരച്ചെടുക്കാം. പച്ചവെള്ളത്തിലല്ല, കരിക്കിൻ്റെ വെള്ളത്തിൽ തന്നെ അരച്ചെടുത്താലാണ് നമ്മുടെ പായസത്തിന് ടേസ്റ്റ് കൂടുകയുള്ളൂ. കരിക്കിൻ്റെ വെള്ളത്തിൽ അരച്ചിട്ട് ഞാൻ കൊണ്ടുവരാം കേട്ടോ. നല്ല മഷി പോലെ അരച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് അരയ്ക്കാൻ പാടില്ല. മിച്ച് തന്നെ 1 ഗ്ലാസ് വെള്ളം കരിക്കിലോട്ട് ഒഴിച്ച് കഴിഞ്ഞാൽ അരയാൻ ബുദ്ധിമുട്ടായിരിക്കും. അരയാണ്ട് കിടക്കാതെ ശ്രദ്ധിക്കുക. കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് അരച്ച് നന്നായിട്ട് ഇതേപോലെ അരച്ചെടുക്കുക കേട്ടോ. അപ്പോൾ 1 ഗ്ലാസ് വെള്ളമാണ് ഒഴിച്ചിരിക്കുന്നത്. അപ്പോൾ നമുക്ക് മാറ്റി വയ്ക്കാം. ഇനി നമുക്ക് വേണ്ടത് 1 മുറി തേങ്ങ. 1 മുറി തേങ്ങയിൽ നമുക്ക് ഒരു 1/2 ഗ്ലാസോളം കരിക്കിൻ്റെ വെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ട് മിക്സിയിൽ അടിക്കുക. അതിനുശേഷം നന്നായി പിഴിഞ്ഞെടുക്കുക. അതായത് ഇതിന് പാല് കിട്ടാൻ വേണ്ടിയിട്ടാണ്. സാധാരണ രീതിയിൽ നമ്മൾ പച്ചവെള്ളം ഉപയോഗിച്ചിട്ടാണ് തേങ്ങാപ്പാൽ എടുക്കാറുള്ളത്. പക്ഷേ ഈ ഒരു റെസിപ്പിക്ക് നമ്മൾ കരിക്കിൻ്റെ വെള്ളമാണ് ഉപയോഗിക്കുന്നത് കേട്ടോ. അപ്പോൾ കരിക്കിൻ്റെ വെള്ളം ഒഴിച്ചിട്ട് ഞാനത് നന്നായിട്ട് അടിച്ച് പിഴിഞ്ഞ് പാലെടുത്തിട്ട് കൊണ്ടുവരാം. ഇതാണ് കരിക്കിൻ്റെ വെള്ളം കേട്ടോ. അപ്പോൾ നമ്മുടെ പായസം ഉണ്ടാക്കാൻ തുടങ്ങിയാൽ അതിന് വേണ്ടിയിട്ട് അടികട്ടിയുള്ളൊരു പാത്രം വെക്കുക. അതിലോട്ട് നമുക്ക് ആദ്യം തന്നെ ചേർത്ത് കൊടുക്കേണ്ടത് 2 ഗ്ലാസ് പശുവിൻ പാൽ. സാധാരണ രീതിയിൽ ഞാൻ ഇഷ്ടപ്പെടുന്നത് പശുവിൻ പാൽ ചേർക്കാത്ത പായസമാണ്. അങ്ങനെയാണെന്ന് വെച്ചാൽ നമ്മളിതിൽ ചേർക്കുന്നത് പഞ്ചസാരയ്ക്ക് പകരമായിട്ട് ശർക്കരയാണ്. പക്ഷേ ഇപ്പോൾ പഞ്ചസാരയും അതുപോലെ തന്നെ കണ്ടൻസ്ഡ് മിൽക്കും ചേർത്തുള്ള പായസം ആയതുകൊണ്ടാണ് ഞാനിവിടെ പശുവിൻ പാൽ ചേർത്തിരിക്കുന്നത്. അപ്പോൾ പശുവിൻ പാൽ കഴിക്കാത്തവർ ആരെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ ഈ പശുവിൻ പാൽ ആഡ് ചെയ്യേണ്ട, അല്ലാതെ തന്നെ ഉണ്ടാക്കാം. ഓക്കെ, പഞ്ചസാരയ്ക്ക് പകരമായിട്ടും കണ്ടൻസ്ഡ് മിൽക്കിന് പകരമായിട്ടും ശർക്കര ആഡ് ചെയ്താൽ മതിയാവും. 250 ml ഗ്ലാസ്സിൽ 2 ഗ്ലാസ് പാലാണ് ഞാൻ എനിക്ക് ആഡ് ചെയ്ത് കൊടുത്തിരിക്കുന്നത്. നന്നായിട്ടൊന്ന് കുറുക്കിയെടുക്കാം. അതായത് ഇപ്പോൾ ഒരു 1.5 ഗ്ലാസ് പാലാവുന്നവരെ നന്നായിട്ട് നമുക്കിത് വറ്റിച്ചെടുക്കാം കേട്ടോ. അപ്പോൾ മീഡിയം ഫ്ലെയിമിലാണ് ഞാൻ തീ വെച്ചിരിക്കുന്നത്. അപ്പോൾ ഞാൻ ഇവിടെ ആ സമയം കൊണ്ട് കട്ടി തേങ്ങാപ്പാൽ റെഡിയാക്കിയിട്ടുണ്ട്. ഞാൻ നേരത്തെ കാണിച്ച തേങ്ങ അതിൽ ഒരു 1/2 ഗ്ലാസ് കട്ടി കരിക്ക് പാലെന്ന് പറയില്ലല്ലോ. അപ്പോൾ അതിൽ നമ്മൾ 1/2 ഗ്ലാസ് കരിക്കിൻ്റെ വെള്ളം ഒഴിച്ചിട്ടാണ് ഇത് പിഴിഞ്ഞെടുത്ത് വെച്ചിരിക്കുന്നത്. ഇത് മാറ്റി വയ്ക്കാം. നമ്മുടെ പാല് അടി പിടിക്കാൻ പാടില്ല കേട്ടോ, ഇളക്കി കൊടുക്കാൻ മറക്കരുതേ. ഞാനൊരു ചെറിയ അളവിലേ ചെയ്യുന്നുള്ളൂ. അപ്പോൾ ഇതിന് മുൻപ് ഞാൻ മാമ്പഴ രസായനം എന്ന് പറഞ്ഞിട്ടൊരു വീഡിയോ ഇട്ടുണ്ടായിരുന്നു, വിത്തൗട്ട് ഫയർ എന്ന് പറഞ്ഞ സംഭവം. അപ്പോൾ അതുപോലെ തന്നെ ഇതും ചെയ്യാം കേട്ടോ. പരിക്ക് പായസം നമുക്ക് ശർക്കരപ്പാനി ഉരുക്കിയതിന് ശേഷം അതിലോട്ട് അരച്ചു വെച്ചിരിക്കുന്ന നമ്മുടെ പൾപ്പും പിന്നെ തേങ്ങാപ്പാലും ഒഴിച്ച് മിക്സ് ചെയ്ത് ഇച്ചിരി ഉപ്പും കൂടെ ചേർത്ത് അവസാനം ആ റെഡിയാക്കി അരിഞ്ഞു വെച്ചിരിക്കുന്ന പൾപ്പും കൂടി ഇട്ട് കഴിഞ്ഞാൽ വിത്തൗട്ട് ഫയർ നമുക്ക് പായസം റെഡിയാക്കാൻ പറ്റും. അതിനപ്പോൾ നമുക്ക് ഇളനീർ രസായനം എന്ന് പറയാം. അങ്ങനെ ചെയ്യാൻ പറ്റും. അത് കുട്ടികൾക്കൊക്കെ വിത്തൗട്ട് ഫയർ ഒരു കുക്കിംഗ് എന്നുള്ള സെക്ഷനിൽ ചെയ്യാൻ പറ്റുന്ന റെസിപ്പിയാണ്. അതിന് വേറൊരു ടേസ്റ്റ്, ഇതിന് വേറൊരു ടേസ്റ്റ്. ഇവിടെ സമയം 4 മണി, പക്ഷെ നല്ല ഇരുട്ടായിക്കൊണ്ടിരിക്കുകയാണ്. പിന്നെ മഴ ചാറിക്കൊണ്ടിരിക്കുകയാണ്. ഞാൻ പറമ്പിൽ വെച്ചിട്ടാണ് കുക്ക് ചെയ്യുന്നത്. അപ്പോൾ മഴ പെയ്യുകയാണെങ്കിൽ പണി കിട്ടും കേട്ടോ. കാറ്റുള്ള കാരണം സമയം എടുക്കണം.
അത്യാവശ്യം കുറുകി തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. അതിലേക്ക് ഞാൻ ആദ്യം കണ്ടൻസ്ഡ് മിൽക്ക് ഒഴിച്ചു കൊടുക്കാൻ പോവുകയാണ്. നിങ്ങളുടെ അടുത്ത് കണ്ടൻസ്ഡ് മിൽക്ക് ഇല്ലാന്നുണ്ടെങ്കിൽ കുഴപ്പമൊന്നുമില്ല, പഞ്ചസാര മാത്രം ചേർത്താൽ മതിയാവും കേട്ടോ. അപ്പോൾ ഒരു കണ്ടൻസ്ഡ് മിൽക്കിന് പ്രത്യേക ടേസ്റ്റ് ഉള്ള കാരണം ഞാനൊരു 3 ടേബിൾ സ്പൂൺ കണ്ടൻസ്ഡ് മിൽക്കും ബാക്കി പഞ്ചസാരയാണ് ചേർക്കാൻ പോകുന്നത്. 3 ടേബിൾ സ്പൂൺ കണ്ടൻസ്ഡ് മിൽക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. മിക്സ് ചെയ്ത് കൊടുക്കുക. ഒരുപാട് കണ്ടൻസ്ഡ് മിൽക്ക് ആയി കഴിഞ്ഞാൽ ആ വൈറ്റ് കളർ നഷ്ടപ്പെടും. അതുകൊണ്ടാണ് ഞാൻ കുറച്ച് ചേർത്ത് കൊടുത്തിരിക്കുന്നത് കേട്ടോ. മധുരം നോക്കിയിട്ട് നമുക്ക് ആവശ്യത്തിനുള്ള പഞ്ചസാര ചേർത്ത് കൊടുക്കാം. പഞ്ചസാര പിന്നെ എപ്പോൾ വേണമെങ്കിലും ചേർക്കാവുന്നതേ ഉള്ളൂ, കാരണം നമുക്ക് ഇനി എക്സ്ട്രാ സാധനങ്ങളൊക്കെ ആഡ് ചെയ്യാനുള്ളതല്ലേ ഇതിലോട്ട്. ഒരു നുള്ളു ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഒരു നുള്ളെന്ന് വെച്ചാൽ ഒരു നുള്ളു മാത്രം കേട്ടോ. അതിനെ ആ മധുരത്തിനൊന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. മിക്സ് ചെയ്ത് കൊടുക്കുക. പാല് കുറുകിയിട്ടുണ്ട്. നമുക്ക് തീ കുറച്ച് വെക്കുക, ലോ ഫ്ലെയിമിലിടുക. കരിക്കിൻ്റെ വെള്ളവും ആ കഴമ്പും കൂടി നമ്മൾ അടിച്ചു വെച്ചിട്ടുണ്ടായിരുന്നില്ലേ, അത് ഒഴിച്ചു കൊടുക്കണേ. ഒന്ന് ഇതിൻ്റെ ചൂട്, ഒരുപാട് ചൂടുള്ളതൊന്നും ആറട്ടെ, അല്ലെങ്കിൽ ചിലപ്പോൾ പിരിഞ്ഞു പോകാനുള്ള ചാൻസ് ഉണ്ട്. അതുകൊണ്ടാണ് പറയുന്നത്. നമ്മൾ കഴമ്പ് ചേർക്കാൻ പോവാണ് കേട്ടോ. എന്നിട്ട് കണ്ടിന്യൂസ് ആയിട്ട് ഇളക്കി കൊടുത്തോണ്ടേ ഇരിക്കണേ. ഞാൻ ചെറിയ തീയിലാണ് ഇപ്പോൾ വെച്ചിരിക്കുന്നത്. മീഡിയം ഫ്ലെയിമിൽ നിന്ന് ചെറുതിലോട്ട് മാറ്റിയിട്ടുണ്ട്. ഇതിൽ ഞാൻ 2 ഏലക്ക മൊത്തത്തിൽ നന്നായി വാഷ് ചെയ്തിട്ടുള്ള ഏലക്കയാണ്. ഒന്ന് ജസ്റ്റ് ഒന്ന് അതൊന്ന് തുറന്നതിന് ശേഷം ഇട്ട് കൊടുക്കുകയാണ്, അല്ലെങ്കിൽ ഏലക്കയുടെ പൊടി ഇട്ട് കൊടുത്താലും മതിയാകും. ഞാൻ ഏലക്കയുടെ പൊടി ഇടുന്നില്ല, അപ്പോൾ അതിൻ്റെ ഒരു കളർ മാറ്റം വരും. ഏലക്ക മാത്രം ഇട്ട് കൊടുത്തിട്ടുണ്ട്. നന്നായി വാഷ് ചെയ്യാൻ മറക്കരുത് കേട്ടോ ഏലക്ക. ഞാൻ ഇതിലേക്ക് പഞ്ചസാര ചേർത്ത് കൊടുക്കാൻ പോവുകയാണ്. 3 ടേബിൾ സ്പൂൺ പഞ്ചസാര ഇട്ട് കൊടുത്ത് നോക്കട്ടെ. എന്നിട്ട് മധുരം കുറവാണെന്നുണ്ടെങ്കിൽ വീണ്ടും ചേർത്ത് കൊടുക്കുക. മധുരം പോരാട്ടാ, കുറച്ചും കൊടുത്ത് കൊടുക്കാം നമുക്ക് പഞ്ചസാര. അപ്പം മൊത്തത്തിൽ ഞാൻ 5 ടേബിൾ സ്പൂൺ പഞ്ചസാര ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഈ പായസം എപ്പോഴും തണുപ്പിച്ച് കഴിക്കുന്നതാണ് ടേസ്റ്റ് കൂടുതൽ. ചൂടോടുകൂടി കഴിക്കാൻ ഇല്ല എന്നല്ല, പക്ഷേ തണുത്ത് പുഡിങ് പോലെ കഴിക്കുമ്പോൾ പ്രത്യേക ടേസ്റ്റാണ്. ഇപ്പോൾ വലിയ വലിയ ഹോട്ടലുകളൊക്കെ പോയി കഴിഞ്ഞാൽ ഇത് ഈ പായസം മിക്ക ഹോട്ടലുകളും കാണാറുണ്ട്, ഇളനീർ പായസം. തീ എപ്പോഴും ലോ ഫ്ലെയിമിൽ വെക്കണം, അത് ശ്രദ്ധിക്കണേ, അല്ലെങ്കിൽ നമ്മുടെ സംഭവം പിരിഞ്ഞു പോകും. പിന്നെ ചേച്ചി പറഞ്ഞില്ല എന്ന് പറയാൻ പാടില്ല. ഇത് ഇച്ചിരി ഇപ്പോഴും ലൂസായിട്ടിരിക്കുന്നതാണ് നമ്മുടെ ഇളനീർ പായസം. അതിലോട്ട് കരിക്കിൻ്റെ കഴമ്പ് ചേർത്ത് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കുക. ഒന്ന് കടിക്കാൻ കിട്ടുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റാണ്. നല്ല, ഞാൻ പറഞ്ഞ പോലെ നല്ല ടെൻഡറായിട്ടുള്ള കോക്കനട്ട് വേണം ഉപയോഗിക്കാൻ. ഒന്ന് ആയതിനു ശേഷം നമുക്ക് ഇതിലേക്ക് തേങ്ങാപ്പാൽ ചേർത്ത് കൊടുക്കണം. ഒരുപാട് കട്ടിയിലെടുത്ത് കഴിഞ്ഞാൽ ടേസ്റ്റ് കുറവായിരിക്കും. നിങ്ങൾക്ക് വേണമെങ്കിൽ കട്ടിയിലാക്കിക്കോളൂ കേട്ടോ, കുഴപ്പമൊന്നുമില്ല. എന്നാലും ഞാൻ ഇച്ചിരി ലൂസായിട്ടാണ് എടുക്കുന്നത്. എന്നിട്ട് തണുക്കുമ്പോൾ ഫ്രിഡ്ജിൽ വെച്ച് തണുക്കുമ്പോൾ നല്ല ടേസ്റ്റ് ആയിരിക്കും. മധുരം ഞാൻ പറഞ്ഞ ഓരോരുത്തരുടെ ഇൻഡിവിജ്വൽ ഇഷ്ടത്തിനനുസരിച്ച് മാറ്റം വരുത്തണം. ഇനി നമ്മൾ കട്ടി തേങ്ങാപ്പാൽ ഒഴിക്കുകയാണ് കേട്ടോ. എന്നിട്ട് നോക്കിയിട്ട് മധുരം പോരാന്നുണ്ടെങ്കിൽ നമുക്ക് വീണ്ടും ആഡ് ചെയ്ത് കൊടുക്കേണ്ടി വരും. കട്ടി തേങ്ങാപ്പാൽ ഒഴിച്ചാലും നമ്മൾ ചെറിയ ഫ്ലെയിമിൽ ജസ്റ്റ് ഒന്ന് ചൂടാക്കി എടുത്താൽ മതി. ഒരു 2 മിനിറ്റ് കൂടെ കഴിഞ്ഞ് നമ്മുടെ പായസ പരിപാടി കഴിഞ്ഞു. എന്നിട്ട് ഞാൻ പറഞ്ഞ പോലെ തണുപ്പിച്ച് കഴിക്കുക, അല്ലെങ്കിൽ ചൂടോടുകൂടി കഴിക്കുക. കൂട്ടാറിന് ഞാൻ ടേസ്റ്റ് ചെയ്തും കൊടുക്കട്ടെ കേട്ടോ. ഇത് കുറച്ച് നേരം ഈ കഴിയുമ്പോഴുണ്ടല്ലോ കറക്റ്റായിട്ട് കൺസിസ്റ്റൻസി ആവും. എന്തായി, മധുരം വേണോ? എനിക്ക് ചെറിയ മധുരം നല്ലതെന്ന് എനിക്ക് തോന്നുന്നത്, അല്ലെങ്കിൽ മട്ടു മതി. അതാണ് ചെറിയ ഫ്ലെയിമിൽ ഒരു 5 മിനിറ്റും കൂടെ ഇളക്കിയിട്ട് നമുക്ക് ഓഫ് ചെയ്യാം കേട്ടോ. ഞാൻ പറഞ്ഞ പോലെ കട്ടി തേങ്ങാപ്പാലാണ് എപ്പോഴും ശ്രദ്ധിക്കുക, പിരിയും. ഞാൻ പറഞ്ഞില്ല എന്ന് പറയരുത്. അണ്ടിപ്പരിപ്പ് ഞാൻ നെയ്യിൽ വറുത്തിട്ട് ജസ്റ്റ് ഒന്ന് കോരി എടുത്ത് വെച്ചിട്ട് അണ്ടിപ്പരിപ്പ് ഇടണമെന്നും മുന്തിരി ഇടണമെന്നും ഒരു നിർബന്ധവും ഇല്ല. ഒരു ഭംഗിക്ക് വേണ്ടി മാത്രം വേണമെങ്കിൽ കുറച്ച് അണ്ടിപ്പരിപ്പിൽ ഇട്ട് കൊടുക്കാവുന്നേ ഉള്ളൂ. അപ്പോൾ നമുക്ക് തണുപ്പിച്ചാണ് ഞങ്ങൾ കഴിക്കാൻ പോകുന്നത്. ഇത് നല്ല സൂപ്പർ ഹെൽത്തി ആയിട്ടുള്ളൊരു സംഭവമാണ്. അപ്പോൾ ഇളനീർ പായസം ഇതേവരെ ഇട്ടിട്ടില്ല എന്നുള്ള പരാതി മാറിയെന്ന് വിശ്വസിക്കുന്നു. നമുക്ക് 2 മിനിറ്റ് കഴിഞ്ഞ് ഓഫ് ചെയ്യാം. അപ്പോൾ കുറച്ച് അണ്ടിപ്പരിപ്പ് നെയ്യിൽ എടുത്തിട്ട് നന്നായിട്ട് അതിൻ്റെ നെയ്യൊക്കെ കളഞ്ഞിട്ട് വേണം കേട്ടോ ഞാൻ ഇടുന്നത്. ഒരു ഭംഗിക്ക് വേണ്ടി മാത്രം ഇടണമെന്ന് ഒരു നിർബന്ധമില്ല. കരിക്കിൻ്റെ കഴമ്പും പോരാൻ തോന്നുകയാണെങ്കിൽ കുറച്ചും കൂടെ നിങ്ങൾക്ക് മുറിച്ചിടാവുന്നതേ ഉള്ളൂ. അപ്പോൾ ഇത്ര മതി എന്നാണ് എനിക്ക് തോന്നുന്നത്. അങ്ങനെ കടിക്കാനുണ്ട്. നമ്മുടെ പായസം ഇല്ലേ, എന്തായാലും പറയാം, അടപ്രഥമനും അതുപോലെ തന്നെ പാലടയിൽ ഇങ്ങനെ കിടക്കില്ലേ, അതുപോലെയാണ് ഇപ്പോൾ നമ്മുടെ കരിക്ക് പായസത്തിൽ കരിക്ക് കിടക്കുന്നത്. അപ്പോൾ കുറച്ചും കൂടെ തണുത്ത് കഴിഞ്ഞാൽ സൂപ്പറായിരിക്കും, അല്ലെങ്കിൽ ഇപ്പോഴും നന്നായിട്ട് തന്നെ ഉണ്ട്. അപ്പോൾ ഇത്രയുള്ള പരിപാടി ഞാനിനി നമ്മുടെ പാത്രത്തിലോട്ട് പകർത്തിയിട്ട് ഫോട്ടോ എടുത്തതിന് ശേഷം കാണിച്ചു തരാം. നമ്മുടെ പായസം ഉരുളിയിലോട്ട് പകർത്താം. അപ്പോൾ പകർത്തിയിട്ടുണ്ട്. ഇനി അതിൻ്റെ മുകളിലേക്ക് നമുക്ക് കുറച്ചും കൂടെ അണ്ടിപ്പരിപ്പ് വറുത്തത് ഇട്ട് കൊടുക്കാം ഭംഗിക്ക് വേണ്ടിയിട്ട്. കുറച്ചും കൂടെ കഴമ്പ് ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു, അതും കൂടെ അതിലേക്ക് ഇട്ട് കൊടുക്കാം. നല്ല സൂപ്പർ ടേസ്റ്റാണ്. അപ്പോൾ നമ്മുടെ സൂപ്പർ സിമ്പിൾ ടേസ്റ്റി ആയിട്ടുള്ള ഇളനീർ പായസം റെഡി ആയിട്ടുണ്ട്. ഞാൻ ഈ ഫോട്ടോ എടുക്കട്ടെ കേട്ടോ. അപ്പോൾ ഞാൻ നിങ്ങൾക്ക് വേണ്ടിയിട്ട് നമ്മുടെ കരിക്ക് പായസം ടേസ്റ്റ് ചെയ്യാം. ഇളക്കട്ടെ കേട്ടോ. നല്ല ചെത്തിപ്പൂ കിട്ടുന്നത് ഭംഗിക്ക് വേണ്ടിയിട്ടാണ് കേട്ടോ. ആ വൈറ്റ് കളറിന് ഒരു ഭംഗി കിട്ടാൻ വേണ്ടി ഞാൻ ചെത്തിപ്പൂ ഇട്ട് കൊടുത്തതാണ്. അല്ലാണ്ട് ഇതിൽ ചെത്തിപ്പൂ കിട്ടണമെന്ന് നിർബന്ധമൊന്നുമില്ല. അത് ആരോഗ്യം കൂടും. അടിപൊളിയായിട്ട് കേട്ടോ, സൂപ്പറായിട്ടുണ്ട്. എനിക്ക് പാകം മധുരമാണ്. അതായത് 5 ടേബിൾ സ്പൂൺ പഞ്ചസാരയും 3 ടേബിൾ സ്പൂൺ മിൽക്ക് മെയ്ഡും.
സൂപ്പർ ടേസ്റ്റി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും തയ്യാറാക്കി നോക്കുക. അതിനുശേഷം അഭിപ്രായം പറയാൻ മറക്കരുത്. അപ്പോൾ നമ്മളെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങളെല്ലാവരും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ അടുത്ത അടിപൊളിയായിട്ടുള്ള വീഡിയോ ആയിട്ട് വരുന്നവരെ നന്ദി, നമസ്കാരം. താങ്ക് യു. ഇതാണ് നമ്മുടെ ഫ്രോസൺ മാങ്ങ. ജാൻ്റെ അമ്മ 1.5 വർഷം മുമ്പ് റെഡിയാക്കി വെച്ചിരുന്ന മാങ്ങയാണ്. ഇപ്പോഴും നല്ല സൂപ്പറായിട്ടുണ്ട്. മാമ്പഴപ്പുളിശ്ശേരി നമുക്ക് ഉണ്ടാക്കിയെടുക്കാം. ഇതുപോലെയാണ് നമ്മൾ പാക്കിങ് ചെയ്തിരിക്കുന്നത്. ഇത് ഫ്രീസറിൽ വെച്ച് കഴിഞ്ഞാൽ കേടാവേ ഇല്ല. എന്നിട്ട് നമ്മൾ പുറത്ത് ഡീഫ്രോസ്റ്റ് ചെയ്തതിന് ശേഷം പിന്നെ നമ്മൾ ആസ് യൂഷ്വൽ മാമ്പഴപ്പുളിശ്ശേരി ഉണ്ടാക്കിയെടുക്കാം. ഇത് ഓൾറെഡി മഞ്ഞപ്പൊടിയും മുളക് പൊടിയും പച്ചമുളകും ഉപ്പും പഞ്ചസാരയും കൂടി ചേർത്ത് വേവിച്ച് വെച്ചിരിക്കുന്നതാണ്. അപ്പോൾ നിങ്ങൾക്കൊന്ന് ജസ്റ്റ് ഒന്ന് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചു. ഇതുപോലെ തന്നെ ചക്കയൊക്കെ ചെയ്യുന്നുണ്ട്.